എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡ്രിങ്ക്സാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ ലൈവ്സ് ഡിജിറ്റൽ ഡയറി. നമ്മുടെ ഡ്രിങ്ക്സിന് ആവശ്യമായ 4 ക്യാരറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നന്നായി ചീവി വൃത്തിയാക്കി കഴുകി കട്ട് ചെയ്ത് ഒരു ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് മിൽക്കും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തു. അതിനുശേഷം പാനിൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്തു. അരച്ചെടുത്ത ക്യാരറ്റ് പേസ്റ്റ് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഘട്ടത്തിലാണ് നമ്മൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി 1/2 കപ്പ് പഞ്ചസാരയാണ് നമ്മൾക്ക് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. 1/2 കപ്പ് കുറവാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം പഞ്ചസാര നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാം. അത് ക്യാരറ്റിൻ്റെ വലുപ്പം, ക്യാരറ്റിൻ്റെ മധുരം അതെല്ലാം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം എക്സ്ട്രാ ആഡ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം എപ്പോഴും സ്വീറ്റ്സിൽ കുറച്ച് സാൾട്ട് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സാൾട്ടും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഒരു പച്ച മണം, ഈ ക്യാരറ്റിനുണ്ടാവുന്ന ഒരു പച്ച ഒരു ചൊയാന്ന് പറയും, അത് ഒന്ന് മാറിക്കിട്ടാനായിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആക്ച്വലി ഞാനൊരു ഫുഡ് വ്ളോഗ് ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കൂ. അടുത്തതായി നമുക്ക് 1 കപ്പ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഏത് തരത്തിലുള്ള മിൽക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. അപ്പം നല്ല രീതിയിൽ ഒന്നും കൂടെ ഇളക്കിയെടുക്കാം. എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് റവയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 1/2 കപ്പ് റവ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ ഒരു കയ്യിലുപയോഗിച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കാരണം അതിൻ്റെ ടെക്സ്ചർ ഒന്ന് മാറാതിരിക്കാനായിട്ടാണ്, കട്ടയായി പോവാതിരിക്കാനാണ്. അപ്പോൾ നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇത് വന്നിട്ട് കയ്യിൽ ഒട്ടാത്തതും പാത്രത്തിലൊന്നും ഒട്ടാത്ത രീതിയിലായിരിക്കണം ഇത് ടെക്സ്ചർ ആവേണ്ടത്. ഏകദേശം ഇതുപോലെ. അപ്പോൾ കയ്യിൽ നന്നായിട്ടൊരു നെയ്യ് തേച്ച ശേഷം ഇതൊരു ബൗൾസായിട്ട്, കുറേ ബൗൾസുകളായിട്ട് നമ്മൾ ഉരുട്ടി എടുക്കാം. അപ്പോൾ ഏകദേശം എനിക്ക് ബൗൾസിൻ്റെ ഞാൻ എടുത്ത ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട്, ക്യാരറ്റും റവയൊക്കെ എടുത്ത ക്വാണ്ടിറ്റി അനുസരിച്ച് എനിക്ക് 32 ബൗൾസാണ് ടോട്ടലി കിട്ടിയിരുന്നത്. അടുത്തായി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. സ്റ്റീം ചെയ്തെടുക്കുന്നതിൻ്റെ ഉദ്ദേശം ബൗൾസ് നല്ല രീതിയിലൊന്ന് സ്മൂത്തായി വരാനായിട്ടാണ്. അപ്പോൾ വീണ്ടും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാനൊന്നും ഒരു കാരണമാവില്ല. ശേഷം നമ്മൾ പാനിൽ 1/2 ലിറ്റർ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഘട്ടത്തിൽ മിൽക്ക് മെയ്ഡും പിന്നെ ഏലക്ക പൗഡറും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മിക്സിലേക്ക് നമ്മൾ ഓൾറെഡി സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള ബോൾസ് നമ്മൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആ മിക്സിൽ എല്ലാ ബോൾസും ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് സെറ്റാക്കിയ ശേഷം നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. വളരെ കുറച്ച് സമയം മതി. നമ്മളതൊന്ന് സ്റ്റീമായ ശേഷം 2 ടേബിൾ സ്പൂൺ മിൽക്കിൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്ത് നമ്മൾ ഈ ഒരു ഡ്രിങ്ക്സിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊഴുപ്പ് കിട്ടാനായിട്ട്, ഡ്രിങ്ക്സിന് ചെറിയൊരു കൊഴുപ്പ്, അല്ലെങ്കിൽ പിന്നെ വളരെയധികം ലൂസായിട്ട് അതുണ്ടാവും. അതൊന്ന് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഇത് ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആഡ് ചെയ്ത് കൊടുത്ത് അരിപ്പൊടി കട്ടിയാവാതെ സൂക്ഷിക്കുക. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കുക. നന്നായി ചൂടാക്കി എടുത്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇതാണ് ക്യാരറ്റ് ജാമുൻ ഡ്രിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തപ്പോൾ നല്ല ഹിറ്റായി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഇത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ സെക്കൻഡ് ടൈമാണ് ഇത് ട്രൈ ചെയ്യുന്നത്. സെക്കൻഡ് ടൈമും വളരെ മോശമൊന്നുമില്ലാതെ നന്നായി തന്നെ കിട്ടി. അപ്പോൾ അതിൽ കുറച്ച് നമുക്ക് ഡെക്കറേഷൻസൊക്കെ ആയിട്ട് കുറച്ച് ടേസ്റ്റിനായിട്ടും നട്ട്സൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സെർവ് ചെയ്യാം. ഇത് ചൂടായിട്ടും തണുപ്പിച്ചിട്ടും കഴിക്കാം. അപ്പോൾ ഇങ്ങനെ കഴിക്കുന്നതാണ് നിങ്ങൾക്കിഷ്ടമെങ്കിൽ അതുപോലെ ട്രൈ ചെയ്യൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ ആൻഡ് കമൻറ്റ് ബിലോ.